ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പെട്ടെന്ന് നമ്മൾക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഗിവൺ സർക്യൂട്ട് ഹാസ് ടു ഐഡിയൽ ഡയോഡ്സ് കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റൻസ് ആർ വൺ വിൽ ബി. രണ്ട് ഡയോഡ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. അതിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടി ഒഴുകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം. ചാപ്റ്റർ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡൽ മസ്റ്റായിട്ട് നിങ്ങൾ ഏതൊരു എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണോ ഷുവർലി നിങ്ങളിത് പഠിച്ചിരിക്കണം. നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ജനറലി മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ഫിഗറാണ് തന്നെ അറിയാം. സെമി കണ്ടക്റ്റിംഗ് ഡിവൈസസ് ഓർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡാണ് നമ്മൾ സബ് ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സർക്യൂട്ടിൽ R1 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസിൽ കൂടി ഒഴുകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. R1 എന്ന് പറയുന്ന ആ റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട്, ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു ടോപ്പിക് കൂടി ഞാൻ പറയുകയാണ്. സെനർ ഡയോഡിൻ്റെ കോൺസെപ്റ്റും കൂടി മസ്റ്റായിട്ട് ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സെനറിൻ്റെ കോൺസെപ്റ്റും കൂടി നിങ്ങൾ നോക്കണം. മറ്റൊരു വീഡിയോയിൽ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സെനറിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള പല രീതിയിൽ ചോദിക്കാൻ, സെനറിലെ കറണ്ട് വോൾട്ടേജ് റെഗുലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിലാവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടി ഉണ്ടാകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ഡയോഡുകളാണുള്ളത്. ഒന്ന് D1 ആണ്, മറ്റൊന്ന് D2 ആണ്. നമുക്കറിയാം D1 എന്ന് പറയുന്ന ഡയോഡും D2 എന്ന് പറയുന്ന ഡയോഡ്, രണ്ട് ഡയോഡുകളാണ് സർക്യൂട്ടിലുള്ളത്. ഒരു ഡയോഡ് വർക്ക് ചെയ്യുക എന്ത് ബയാസിൽ മാത്രമാണ് മക്കളെ, എന്ത് ബയാസിൽ മാത്രമേ ഒരു ഡയോഡ് വർക്ക് ചെയ്യുള്ളൂ? ഫോർവേഡ് ബയാസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ നമ്മൾ ഡയോഡിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ P പാർട്ടുണ്ട്, അതുപോലെ തന്നെ N പാർട്ടുണ്ട്. ഈ P പാർട്ട് എവിടെ കണക്ട് ചെയ്യണമെന്നാണ്? ഹൈ പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതായത് ഹൈ പൊട്ടൻഷ്യൽ എന്നാൽ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ N പാർട്ട് എവിടെ കണക്ട് ചെയ്യണം? നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയാണെങ്കിൽ ഡയോഡ് വർക്ക് ചെയ്യുള്ളൂ. അത് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇതേസമയം റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഭയങ്കര ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് ഡയോഡ് സർക്യൂട്ടിൽ കൊടുക്കുക. അതായത് ബ്ലോക്ക് ചെയ്യും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. ആര് ബ്ലോക്ക് ചെയ്യൂടാ? ഓക്കെ, നമ്മുടെ ഡയോഡ് കറണ്ടിനെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യും റിവേഴ്സ് ബയാസിൽ. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ ഡയോഡ് വർക്ക് ചെയ്യുക, നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ് വർക്ക് ചെയ്യുക എന്ത് ബയാസിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഫോർവേഡ് ബയാസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചേയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ രണ്ട് ഡയോഡുകളുണ്ട്. D1 എന്ന് പറയുന്ന ഡയോഡും D2 എന്ന് പറയുന്ന ഡയോഡ് നിങ്ങൾക്ക് കാണാം. ഇവിടെ സെല്ലിൻ്റെ പോസിറ്റീവാണ് ഇവിടെ മുകൾ ഭാഗത്തുള്ളതല്ല, സെല്ലിൻ്റെ പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, ആ സെല്ലിൻ്റെ പോസിറ്റീവ് വരുന്ന നോക്കിയാൽ ആ സെല്ലിൻ്റെ പോസിറ്റീവ് ഇങ്ങനെയാണുള്ളത്. ആ സെല്ല് ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ D1 എന്ന് പറയുന്ന ഡയോഡ് ഇങ്ങനെയും, അതുപോലെ തന്നെ D2 എന്ന് പറയുന്ന ഡയോഡ് ഇങ്ങനെയല്ലട മക്കളെ ഉള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ എന്താ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ N പാർട്ടാണ്, ഇവിടെ P പാർട്ടാണ്. പക്ഷേ രണ്ടാമത്തേത് D2ൽ P പാർട്ടും ഇവിടെ N പാർട്ടുമാണ്. ഇതിൽ കൂടി ഇങ്ങനെ വന്നിട്ട് കറണ്ട് ഇങ്ങോട്ടേക്ക് വരുക ഇല്ലല്ലോ. കാരണം ഇവിടെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. കാരണം ആ ഡയോഡ് D1 എന്ന് പറയുന്ന ഡയോഡ് എന്ത് ബയാസിലാണ് കൊടുത്തിരിക്കുന്നത്? റിവേഴ്സ് ബയാസിലാണ്. പക്ഷേ നമ്മൾ D2 എന്ന് പറയുന്ന ഡയോഡാണെങ്കിലോ അത് ഫോർവേഡ് ബയാസാണ്. അപ്പോൾ കറണ്ട് നേരെ ഇങ്ങോട്ടേക്കല്ലേ പോവുക. കാരണം ഈ ഡയോഡ് സർക്യൂട്ടിൽ ഇൻഫിനിറ്റ് അല്ല മാക്സിമം ഹൈ റെസിസ്റ്റൻസ്, ഏകദേശം 10⁻⁶ അത്ര ഓം റെസിസ്റ്റൻസ് കൊടുക്കാം. അപ്പോൾ ആ D1 എന്ന് പറയുന്ന ഡയോഡിനെ നമുക്ക് നൈസായിട്ട് ഈ സർക്യൂട്ടിൽ നിന്ന് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ D1 എന്ന് പറയുന്ന ഡയോഡ് ഈ സർക്യൂട്ടിൽ വർക്കിംഗ് അല്ല. ആരേ വർക്കിംഗ് ഉള്ളൂ? D2 വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കാവോ? അങ്ങനെയാണല്ലേ പരിപാടി. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് മാർക്ക് അടിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അല്ലാതെ എൻട്രൻസ് എക്സാമിന് ഭയങ്കര ടഫ് എന്ന് മാത്രമല്ല, എല്ലാ ലെവലും വരും. കോൺസെപ്ച്വൽ വരും, തിയറി ക്വസ്റ്റ്യൻസ് വരും, ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് ഉണ്ട്. എത്ര വോൾട്ടേജ് ആണ്? 10 വോൾട്ട് ആണെന്ന് സർക്യൂട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ R2നെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. അപ്പോൾ സർക്യൂട്ടിൽ ഏതൊക്കെ റെസിസ്റ്റൻസ് ഉള്ളത്? R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൊണ്ട് നേരെ ഇവിടത്തേക്ക് വരും അല്ലേ. ഇവിടെ ഒരാളുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്കാണ്. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ D2 എന്ന് പറയുന്ന ഡയോഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എത്ര ഓമാണ്? 2 ഓം ആണെന്ന് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എത്ര ഓം തന്നെയാണ്? 2 ഓം. നമ്മൾ R2 എടുക്കേണ്ടി വരുമോ? R2 എടുക്കേണ്ട ആവശ്യമുണ്ടോ? R2 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം സർക്യൂട്ട് എന്തിലാണ്? റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ R1ഉം R3യും ഈ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ഈ സർക്യൂട്ടിലുള്ളൂ. ഈ R1ഉം R2യും ഇവർ രണ്ടാളും എങ്ങനെയാണ് സർക്യൂട്ടിലുള്ളത്? സീരീസ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ R1ഉം R2യും സീരീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു എഫക്റ്റീവ് റെസിസ്റ്റൻസ്
സോ എഫക്റ്റീവ് റെസിസ്റ്റൻസാണ് വരിക. ആർ ഇസ് ഈക്വൽ ടു ആരാ വരിക, സീരീസ് ആയതുകൊണ്ട് 2 റെസിസ്റ്റേഴ്സ് സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി R1 പ്ലസ് R2. R1 എത്രയാണ്, 2 ആണ്. R2 എത്രയാണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവുക, 4 ഓമിലുണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞത്, വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കറണ്ട് അല്ലടാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ, ടോട്ടൽ വോൾട്ടേജ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർമ്മിക്കണേ, എത്ര ഓമാണ്, 4 ഓമാണ്. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കുക, കറണ്ടിൻ്റെ ഇക്വേഷൻ അത് അക്കോർഡിംഗ് ടു ഓംസിലോ ഐ ഇസ് ഈക്വൽ ടു ആരാണ് വരിക, വി ബൈ ആർ. വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ. വി എത്രയാണ്, 10 വോൾട്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, 4 ഓം. അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ എത്ര വരും, 10 ഡിവൈഡഡ് ബൈ 4. 10 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2.5 ആംബിയർ അല്ലേ. അപ്പോൾ കുറേ ആൾ വിചാരിക്കും R1 കൂടിയുള്ള റെസിസ്റ്റൻസ്, R1 കൂടിയുള്ള ഇതിൽ കൂടിയുള്ള കറണ്ട് അല്ലേ ചോദിച്ചത്. ഇന്ന് നമ്മൾ ടോട്ടൽ കറണ്ട് അല്ലേ പറഞ്ഞു വരുന്ന മക്കളെ. ഈ R1 R3 സീരീസ് അല്ലേ, സീരീസിൽ എന്ത് സെയിമാടാ, കറണ്ട് സെയിമാണ്. പറഞ്ഞു വരുന്ന R1 കൂടിയുള്ള ചോദിച്ചു കഴിഞ്ഞാലും R3 ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എത്ര തന്നെയാണ്, 2.5 ആംബിയർ ആണ്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ എന്തായിട്ട് വരിക, ഓപ്ഷൻ എ വിൽ ബി അവർ ആൻസർ. ഓക്കെ, ആരാ ഓപ്ഷൻ വരിക, നമ്മുടെ ഓപ്ഷൻ എ ആണ് എടുത്ത. ഓപ്ഷൻ എ ആണ് ഇവിടെ എന്തായിട്ട് വരിക, നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കും. അപ്പോൾ സിമ്പിൾ ടോപ്പിക്കാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ബയാസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിർബന്ധമായിട്ട് ഈ ഒരു മോഡൽ പഠിച്ചിരിക്കുക. PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്തിൽ വർക്ക് ചെയ്യത്തില്ല, റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യത്തില്ല. അതിന് മീനിങ് എന്താ, ആ റിവേഴ്സ് ബയാസിലാകുമ്പോൾ ഡയോഡ് ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ കൊടുക്കും. അപ്പോൾ അവൻ നമുക്ക് ഒഴിവാക്കി ബാക്കിയുള്ളവൻ മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആണോ മക്കൾ? ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുക. ഇതേപോലെ ഈ ചാപ്റ്ററിൽ പഠിക്കണം. മറ്റൊരു കോൺസെപ്റ്റ് പറയാം, ജനർ ഡയോഡ്, ലോജിക് ഗേറ്റിൻ്റെ ഭാഗം, പിന്നെ നമ്മൾ P ടൈപ്പ് N ടൈപ്പ് സെമി കണ്ടക്ടറിന് ആ ഒരു ഭാഗം കൂടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് സുഖമായിട്ട് ആ ഒരു ഭാഗം കൂളായിട്ട് ഒന്ന് പെട്ടെന്ന് ഒരു ക്രാഷിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എൻട്രൻസ് എക്സാമിന് എന്ത് ചെയ്യുക അച്ചീവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ് സെമി കണ്ടക്ടറിൽ ഡയോഡ്, ജനർ ഡയോഡ്, ലോജിക് ഗേറ്റ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഓക്കെ, ഇത് കറക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.